ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ ഒരു 1/4 കപ്പോളം തൂരപ്പരിപ്പുണ്ടല്ലോ, അതും പിന്നെ ഒരു കത്തിരിക്കയും വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി അത്യാവശ്യം വലിയൊരു കത്തിരിക്ക എടുത്തതാണ്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിന് പകരം നമുക്ക് ആ പച്ച കളർ വഴുതനങ്ങ ഉണ്ടല്ലോ, അതായാലും മതിയാവും. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു കുക്കർ ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പോളം തുവരപ്പരിപ്പ് നല്ല ക്ലീൻ ആക്കി വൃത്തിയാക്കിയതാണ്, നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന കത്തിരിക്ക അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ, ഒരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള ഒരു 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പോളം പുളിവെള്ളമാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വേവാനും പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വേവാനും പാകത്തിനല്ല, കുറച്ചും കൂടി അധികം വെള്ളം ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ടോട്ടൽ 2 കപ്പാണ് പുളിവെള്ളവും ഇതെല്ലാം കൂടെ ചേർത്തുള്ള കണക്കാണ് പറഞ്ഞത്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഈ ഒരു സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. അതിന് മുന്നേ കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ല പോലെ ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇതൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ ആ ഒരു പാകത്തിന് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഏകദേശം ഒരു 4 വിസിലൊക്കെ എടുത്തു എനിക്ക് ഈ കുക്കറിൽ. അപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് അടുപ്പത്തേക്ക് മാറ്റാം. ഇപ്പോൾ ദാണ്ട ഒരു 4-5 വിസിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ആക്കി നോക്കുകയാണ്. എല്ലാം നല്ല പോലെ വെന്തൊന്ന് ഉടഞ്ഞ് ആകെ നല്ല വെന്ത് കുഴഞ്ഞ പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടേണ്ടത്, നല്ല പോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം എല്ലാം കൂടെ. അപ്പോൾ ദാണ്ടേ ഇതുപോലെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അതായത് കുറച്ചും കൂടെ ഒന്ന് ഉടച്ചെടുക്കാനുണ്ട്. നമ്മുടെ ഒരു പൊട്ടറ്റോ സ്മാഷർ അങ്ങാണം വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ ചെവിട് ഭാഗം വെച്ചിട്ട് അങ്ങാണം നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. അതിന് മുന്നേ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തേക്കണം. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഉപ്പൊക്കെ പാകമായിരുന്നു. അപ്പോൾ ഇതിനി നമുക്ക് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ട ഞാൻ നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണേ. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതിനകത്ത് ഇനി ഒരു കുഞ്ഞി താളിപ്പിൻ്റെ ആവശ്യവും കൂടെ ഉണ്ട്. അതും കൂടെ ആകുമ്പോഴേക്കുമാണ് ഈ കറി പൂർണ്ണമാവുന്നത്, നല്ല ടേസ്റ്റി ആവുന്നത്. അപ്പോൾ നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് താളിപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞി പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 വറ്റൽമുളക് ഒന്ന് രണ്ടായിട്ട് പിച്ചിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണൊക്കെ നമ്മുടെ കുരുമുളക് പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടി നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുക്കറിൽ വേവിച്ചല്ലോ, ആ സമയത്ത് ചേർത്താലും മതിയാവും. ഞാൻ അന്നേരം ചേർത്തിട്ടില്ലായിരുന്നു. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പിഞ്ച് കായപ്പൊടിയാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ താളിപ്പ് ചൂടോടെ തന്നെ നമ്മുടെ ആ ഒരു കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പം നമുക്കിത് ചൂടോടെ തന്നെ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ഒരു കത്തിരിക്ക പരിപ്പ് കറിയാണ്. ഇതിനെ കത്തിരിക്ക രസം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ആ ഒരു ടേസ്റ്റൊക്കെയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കൂട്ടാനായിട്ട് എടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. പിന്നെ സൈഡിൽ എന്തെങ്കിലും ഒരു തോരനോ മീൻ പൊരിച്ചതോ ഒരു പൊട്ടറ്റോ ഫ്രൈയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉച്ചയൂടെ കെങ്കേമമായിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.